ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നേരെ പോകുന്നത് വെച്ചാൽ ഞാൻ ഈ വഴുതിനിങ്ങ ഇത് കണ്ട, ഈ വഴുതിനിങ്ങ കണ്ട, ഇതാ ഈ വഴുതിനിങ്ങ വറവ നമുക്ക് തോരൻ വെക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് ഒരു കറിയാക്കാലോ വെച്ചിട്ട് അത് കാണിച്ചു തരാൻ വെച്ചിട്ട് അതിപ്പോൾ ഞാൻ അരിഞ്ഞിട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുക, ഇതിപ്പോൾ ഇങ്ങനെ നേർങ്ങനെ അരിഞ്ഞിടുക, ഇങ്ങനെ അരിഞ്ഞിടുക ഉണ്ടോ, ഇങ്ങനെ അരിഞ്ഞിടുക, നേർങ്ങനെ അരിഞ്ഞിടുക, ഇങ്ങനെ നീളത്തിൽ എന്നിട്ട് ഇങ്ങനെ നേർങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇതെന്നാ അവിടെ വെച്ചാൽ ഇനി ഉള്ളി അരിഞ്ഞിടണം. ഇത് അരിഞ്ഞിട്ടെ ഹൈമാവതി ഇപ്പം ഞാനിപ്പോൾ എന്നാ ഇവിടെ ആക്കുന്നത് വെച്ചാൽ ഈ വഴുതിനിങ്ങ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടോ, മുറിച്ചിട്ടായി ഇത് മുറിച്ച് വെച്ചിട്ട് വഴുതിനിങ്ങയുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളക്, ഇത് പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, ഉപ്പ് ഇത്രയും കൊണ്ട് വരും സാധനങ്ങൾ. വെളിച്ചെണ്ണയും വേണം, വെളിച്ചെണ്ണ ഇത് നമ്മൾ വെളിച്ചെണ്ണ ഇതിപ്പോൾ എന്താ വെച്ചാൽ അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് ഞാൻ വെക്കട്ടെ, ഇതിവിടെ അടുപ്പത്ത് വെക്കട്ടെ. ഇങ്ങനെ അടുപ്പത്ത് വെച്ച് എണ്ണ കായുമ്പോൾ അതെടുത്ത് അതിലിടുക. ഇത് വേറെ ഒന്നും ചെയ്യണ്ട, ഇതിപ്പം അത്രയും വേണ്ടു. ഇത് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് വെച്ച് ഇത് വീട്ടിൽ ഇവിടെ മുറ്റത്ത് പച്ച വഴുതിനിങ്ങയാണ്. ഇതെന്ന് വെച്ചാൽ ആദ്യം ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ വഴുതിനിങ്ങ കഴുകി ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ഇതേപോലെ നീളത്തിൽ മുറിച്ചിട്ട് അതിനുശേഷം ഉള്ളി അതേപോലെ അരിഞ്ഞിട്ട് ഇതേപോലെ അരിഞ്ഞിടുക. പിന്നെ പച്ചമുളക് അരിഞ്ഞിടുക. അതിനുശേഷം അടുപ്പത്ത് ചട്ടിയിൽ വെള്ളം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം എന്ന് വെച്ചാൽ പിന്നെ അതിന് കടുക് പൊട്ടിച്ചിട്ട് അതിലിടുക, കടുകിടുക. അതിൽ എന്താ ഉണക്കമുളക് പൊട്ടിച്ചിടണം. ഇത് വഴുതിനിയിലിട്ടു, ഉള്ളിയിട്ടു, പച്ചമുളക് ഇട്ടു. ഇത് അതിന് ശേഷം നല്ലോണം വഴറ്റുക. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഇത് മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു മഞ്ഞ കളർ വരാൻ മാത്രം ഇട്ടോളൂ. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതുണ്ടെങ്കിൽ വേറെ നമുക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട, എല്ലാത്തിനും എടുക്കാം. ദോശക്ക് എടുക്കാം, അതിന് ഏനാ വേണ്ട പുട്ടിന് വേണ്ടി പുട്ടിനെടുക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇത്രയും ഉണ്ട്. ഇത് പറങ്ങി പച്ചമുളക് മുട്ടിച്ചുകൊണ്ട് പറങ്ങി വേണ്ട. കൂടുതൽ എരിവിലോട്ടൊക്കെ 2 പച്ചമുളക് മുട്ട, ഞാൻ ഒറ്റൊരു പച്ചമുളക് മുട്ടിച്ചിട്ട് അത് ഇഷ്ടംപോലെ എരിവുണ്ടാവും. വേണ്ട, ഇത് ഇതേപോലെ നല്ലപോലെ വഴറ്റുക. കണ്ട നല്ലപോലെ ഇത് വാടുന്നവരെ വാട്ടിക്കൊണ്ട് വെക്കുക. നല്ലപോലെ വാട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു ചീഞ്ഞ് പോകും. മറ്റു വഴുതിനെ ചെറുങ്ങനെ മുട്ടിട്ട് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അടിഞ്ഞിട്ട് പിന്നെ വറവായിട്ട് കിട്ടില്ല, അതിന് അടിഞ്ഞു പോകും. പിന്നെ ഇത് അടിയാതെ നമുക്ക് വേറെ പൊട്ടി തിന്നിട്ട് വളത്തിന് കിട്ടും. ചോറിന് ഓരോ കഷ്ണം എടുത്തിട്ട് നമുക്ക് ചോറ് തിന്നാൻ വേണ്ടി നല്ല രുചിയാണ്. ഇത് ഇങ്ങനെ ആക്കി നോക്കി നോക്കുന്നത് നല്ല അടിപൊളി സാധനമാണ്. വഴുതനങ്ങ ആർക്കും ഇഷ്ടമില്ല. വഴുതനങ്ങ ഇത് ഇങ്ങനെ ചെയ്താൽ നല്ല ചോറിന് വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും.
ഇത് എങ്ങനെയാണ് ഞാനിതിങ്ങനെ അധികം എങ്ങനെയാണ് എനിക്ക് കഴിയുന്നത്. പിന്നെ ഓരോരാളിങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ട് കഴുകിയിട്ടെല്ലാം പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ അരിഞ്ഞു പോകും. പിന്നെ നമുക്ക് പൊട്ടിക്കുന്ന വരെ കിട്ടില്ല. ഇനി ഉള്ളിൻ്റെ വെള്ളപ്പറ്റുണ്ടാവുമല്ലോ, ആ ഉള്ളി നല്ലോണം വാടുന്നവരെ ഇങ്ങനെ വാട്ടിക്കൊണ്ടുവന്നാൽ അത് പാകത്തിന് അത് വാടി വരും. ഇനി അതേറ്റു നമ്മൾ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് വഴുതിനൊന്ന് വറവാക്കിയിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ നല്ല പച്ചക്കറി തന്നെയല്ലേ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് എനിക്ക് ഈ വറവ് ആക്കാൻ വേണ്ടി ഈ തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. പച്ചക്കറി വറുത്തതല്ലേ, ഇന്ന് വറുത്തത് ഞായതുകൊണ്ട് ഒരു രസമായി ഇടാതെ നല്ല രുചിയായിരിക്കും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട വഴുതനങ്ങയാണെങ്കിൽ എന്തായാലും ഒരു ചവർപ്പോ ഒരു വാട്ടോ എന്തെങ്കിലും ഉണ്ടാവും. ഇത് വാടാനില്ല, പറിച്ച് അപ്പാട് മുറിച്ച് ഇട്ട് ഇത് അപ്പാടിൻ്റെ വാട്ട് വരും. അതുകൊണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഒരു രുചി കുറവുമില്ല. നമ്മൾ ഇതിങ്ങനെ എത്ര വേണമെങ്കിലും ഇപ്പോൾ ചോറ് വെച്ച് വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഇത് മാത്രം മതി തോന്നുന്ന. ഇത് വേറെ ഒരു വെള്ളക്കറി ഒന്നും വേണ്ട. ഇതുണ്ടായപ്പോൾ എനിക്കത് ഇതേ ഉള്ളൂ, വേറൊരു സാധനം വേണ്ട. അത്ര നല്ല ടേസ്റ്റ്. ഇത് ദോശക്കായാലും ഇനി എന്തിനായാലും ശരി, നമ്മൾ ചപ്പാത്തിക്കോ പൂരിക്കോ ഇനി എന്തിനായാലും ശരി ഇത് നല്ലൊരു ടേസ്റ്റുള്ള രുചിയുള്ള സാധനമാണ്. ഇത് നിങ്ങളിങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇത്. ഉണ്ടാ നല്ല സാധനമാണ്, കാണില്ലേ? ഉണ്ടോ ഉണ്ടോ വറവ് ഉണ്ടോ? ഇതാണ്. വേറെ വെള്ളമൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഉറ്റിക്കേണ്ട, വെറും വെളിച്ചെണ്ണ മാത്രം. വെറും വെളിച്ചെണ്ണ വെച്ച് വെള്ളം ഒറ്റ തുള്ളി ഉറ്റിക്കാൻ പാടില്ല. ഇത് കഴുകി ആദ്യം കഴുകിയിട്ടാണ് മുറിക്കുന്നത്. ഉള്ളിയും കഴുകിയിട്ട് മുറിക്കുക. മുറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതേപോലെ വാട്ടിക്കൊള്ളുക, വേറൊന്നും വേണ്ട. ഇത് എല്ലാം കൈ ഒന്നിച്ച് ആക്കി വേഗം വാടി ഇങ്ങോട്ടേക്ക് വരും. ശരിക്കും നല്ല ഒരു അടിയാതെ ഉണ്ട്, നല്ല സുരുചിര കിട്ടും. നല്ലൊരു വെറൈറ്റി വറവാണ്, തോരനായത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാക്കി നോക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, എല്ലാമാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഇത് നോക്കണം. ഇത് ഒരു വറവ് വരണ്ട് വരുന്നുണ്ട്, കേട്ടോ. വരണ്ട് വന്നു. ഇത് ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് കുറച്ചും കൂടി വട്ടോട്ട് എന്താ നല്ല നല്ല പൊരുവരിയായിട്ട് വന്ന് വെച്ചിട്ടുണ്ട്. നല്ലൊരു വറവാണ്. നല്ല ടേസ്റ്റി ഉള്ളൊരു സാധനമാണ്. നല്ല നമുക്കിത് വാങ്ങിയിട്ട് ആ കാലം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. ഇത് നിങ്ങൾ നോക്ക്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ നോക്കി ഒറ്റ അടിച്ചില്ല. വഴുതിങ്ങാണ് വെച്ചതെന്ന് പറയില്ല ഒരാൾ. ഒരു വഴുതിങ്ങ വെച്ചാൽ ഇങ്ങനെ ഒരു വറവായിട്ട് ഇതേപോലെ കിട്ടൂല. നോക്ക്, നല്ല ഒരു വരെ കിട്ടില്ല. ഒരു തരത്തിൽ ഒരു ഒട്ടിപ്പിടിച്ചിട്ട് പോലില്ല. നോക്കണം, നല്ല വഴുതിങ്ങ. ഇങ്ങനെ വെക്കണം. വഴുതിങ്ങ എല്ലാവർക്കും വെക്കാൻ അറിയില്ല, എല്ലാം ചളിയായിക്കും. അത് ഇങ്ങനെ തിന്നുമ്പോൾ ഒരു രസം ഉണ്ടാകും. ഇതാകുമ്പോൾ നല്ല പൊട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ടേസ്റ്റിൻ്റെ സാധനമാണ്. നോക്ക്, ഇത് കണ്ട നല്ല രുചിയുള്ള സാധനം. ഇത് കണ്ട ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ എടുത്ത് തിന്നാൻ കഴിയും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ തിന്നാൻ കഴിയും. വേറെ വെളിച്ചെണ്ണ വാട്ടിയ പോലെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂട്ടിൽ ഓരോ ചോറിന് കൂട്ടി നുള്ളി തിന്നാൽ ദോശക്കും എല്ലാം തിന്നാൻ കഴിയും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ബാക്കി എല്ലാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.